ഒന്നോ രണ്ടിലോ ഒതുക്കി നിർത്താൻ പറ്റാത്ത അത്ര കഥകളുണ്ട്. ഒരെണ്ണം രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ തെരുവിൽ ഡയബറ്റിക്, സിവിയർ ഡയബറ്റിക്കായിട്ട് കാലുകളൊക്കെ പഴുത്ത് വ്രണമായി തീർന്ന ആൾ, എന്താ പറയുക, ഒരു ടാർപോയ് ഷീറ്റ് പോലത്തെ ഒരു ഇതിൽ വലിച്ച് നടക്കുന്ന ഒരാളെ നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുണ്ട്. അയാളെ ജാബിർക്ക, പിന്നീട് അയാൾ കോഴിക്കോട് ഒരു ബീച്ച് റോഡിലുള്ള ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ആയിട്ട്, ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ജാബിർക്കായിരുന്നു അതിൻ്റെ പിന്നിൽ, ഒമാനിലുണ്ടായിരുന്നു. ഒമാനിലെ പ്രവാസ ലോകത്തിൻ്റെ കുറേ നായകന്മാരുണ്ടാക്കി ഈ കാലയളവിൽ കേട്ടോ. ഇപ്പോൾ ഒമാനിൽ ജാബിർക്ക, ദുബായിൽ ഗോപിയേട്ടൻ, അനിൽ, റാസൽ കൈമയിൽ അഷ്റഫ് മാളിയേക്കൽ, സൗദി അറേബ്യയിൽ ദാസ്, നയീം, ബഹ്റൈനിൽ സതീന്ദ്രൻ, അങ്ങനെ കുറേ പ്രവാസ ലോകത്തിൽ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് ആ മനുഷ്യർ എല്ലാ ആഴ്ചയും പ്രവാസ ലോകത്തിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ തോമസ് മാത്യു കുവൈറ്റിലെ, ഇത്തരം മനുഷ്യർക്കൊക്കെ ഒരു ഐക്കണുകളായിട്ട്, പ്രവാസ ലോകത്തിൻ്റെ ഐക്കണുകളായിട്ട് മാറിയിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. നാസർക്കാരെ കൊന്ന സൗദി അറേബ്യയിലെ, എനിക്ക് ഒന്നോ രണ്ടോ പെട്ടെന്ന് ഇങ്ങനെ പേരുകൾ ഒതുക്കാൻ പറ്റുന്നില്ല പലരുടെയും. ഷാർജയിലെ അമാനുള്ള, ഈ മനുഷ്യരൊക്കെ കൊണ്ടുവന്ന മനുഷ്യരെ ഇവർ നാട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ട്. അങ്ങനെയാണ് ജാബിർക്ക് ഈ രാഘവനെ, ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി ആയിരുന്ന രാഘവൻ, ഇന്ന് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ എന്നെ കണ്ടെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതെനിക്കിപ്പോൾ അത്തരം തിരിച്ചു വരേണ്ട കുറേ കഥകളുണ്ട് പറയാനായിട്ട്. ഈ മനുഷ്യരൊക്കെ ഇവിടെ വന്ന് അവർ കണ്ടെത്തുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിനിമം രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നത്. കാരണം ഇത്ര ദീർഘനാളായ പ്രവാസം അവർക്ക് ഒരു രൂപ പോലും സമ്പാദിക്കാനോ ഇതോ സാധിക്കാതെ ഏറ്റവും ദുസ്ഥിതിയിലേക്ക് അവരെ തള്ളിവിട്ട ദീർഘകാലത്തെ പ്രവാസാനുഭവത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൽ തിരിച്ചു വന്നുള്ള അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് രാഘവനെ പോലുള്ള തിരിച്ചു കൊണ്ടുവന്ന ശശി. ഇവിടെ ഒന്ന് മരണപ്പെട്ട ആൾ ശശിയെ പോലുള്ള, വേലായുധൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഭാര്യയും കുടുംബവും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ദീർഘകാലം സൗദി അറേബ്യയിൽ നിന്നിട്ട് അയാളെ എറണാകുളത്തെ ഒരു അഗതി മന്ദിരത്തിലേക്ക് ആക്കുകയാണ് വേണ്ടി വന്നത്. അയാളെ കുറേ നാളുകൾക്ക് ശേഷം നേഴ്സിങ്ങിന് പഠിക്കുന്ന മകനും അമ്മയും ചേർന്ന് തിരിച്ചു കൊണ്ടുപോകുന്നൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ പല മുഹൂർത്തങ്ങളുണ്ട്. ദേവിയുടെ, ഇപ്പോൾ കണാരൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കണാരൻ്റെ അഭാവത്തിലും ആ കുടുംബത്തിൻ്റെ കുറേ കാര്യങ്ങളിൽ സഹായം എത്തിക്കാൻ പ്രവാസ ലോകത്തിന് സഹായിച്ചിട്ടുണ്ട്. അവരിപ്പോഴും എല്ലാ ദിവസവും ചിലപ്പോൾ അവരുടെ ഓർമ്മകളിൽ നമ്മളുണ്ടാവും, നമ്മുടെ ഓർമ്മകളിൽ അവരായിട്ടും ഫോണായിട്ടും ഫോൺ കോളായിട്ടൊക്കെ എപ്പോഴും തുടരുന്നുണ്ട്. ദേവിയുടെ മക്കളുടെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസം, മകൻ പഠിച്ചില്ല പക്ഷേ മകളുടെ വിദ്യാഭ്യാസം, കല്യാണം, ദേവിക്കൊരു വീട്, അങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് കൂട്ടായി നിൽക്കാൻ പ്രവാസ ലോകത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ മൊത്തം നെറ്റ്വർക്കിനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്, ചുരുക്കാൻ പറ്റില്ല.